നമസ്കാരം. എന്ന നിശയിലേക്ക് അവർക്കും സ്വാഗതം. അഭിഭാഷകനും RSS കാര്യവാഹകനും യൂട്യൂബറുമായ അഡ്വക്കേറ്റ് ശ്രീ മോഹൻദാസ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ലീക്കേജിനെ തുടർന്ന് കോക്രോച്ച് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കൾ നടത്തിയ പ്രക്ഷോഭത്തിനെതിരായി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് വളരെ മോശമായി എന്നേ പറയേണ്ടു. അഡ്വക്കേറ്റ് TG മോഹൻദാസ് സാധാരണഗതിയിൽ പക്വമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരാളാണ്. കാര്യങ്ങൾ വളരെയധികം പഠിച്ചും പറയുന്ന ഒരാളാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നങ്ങനെ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെനിലിറ്റിയുടെ ഭാഗമായി അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണോ എന്ന് അറിയില്ല. വളരെയധികം ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷേ ആ പരാമർശം അക്ഷരാർത്ഥത്തിലൊരു ഹെയ്റ്റ് സ്പീച്ചാണ്. അത് കേട്ടപ്പോൾ TG മോഹൻദാസ് പറഞ്ഞ വാക്കുകൾ തന്നെയാണോ ഇത് എന്ന് സംശയിച്ചു. പക്ഷെ പിന്നീട് പോയി അതെടുത്ത് ആ വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് ഇത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. പിന്നീട് സംശയമാണ് ഇത് AI ആയിരിക്കും, അദ്ദേഹം എങ്ങനെ പറയുമോ എന്നത്. പക്ഷേ ഇപ്പോൾ വളരെയധികം പ്രതിഷേധങ്ങളും അതിനെതിരെ പോലീസ് കേസിനെ ഒക്കെ അതിനു വേണ്ടി നിയമ നടപടി ഒക്കെയായി ആളുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കത് ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. വളരെ ഖേദകരമായി പോയി. അദ്ദേഹം ജന്തർ മന്ദറിൻ്റെ 4 ചതുരശ്ര കിലോമീറ്ററിൽ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും യുവാക്കളോട് 3 പ്രാവശ്യം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുമെന്നും അതിനുശേഷം വെടിവെച്ച് വീഴ്ത്തുമെന്നും പിന്നീട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് അവരെയൊക്കെ മൃതശരീരങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ഭരണഘടന ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് ഇങ്ങനെയാണ് എനിക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുക, അതിനെ സപ്രസ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം ഭരണഘടന അറിയാത്ത മനുഷ്യനാണോ? ഒരു നിയമം പഠിച്ച വക്കീലല്ലേ? പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെതിരെ ഇങ്ങനെ അടിച്ചമർത്തണമെന്ന ഒരു പൊതു ഇടങ്ങളിൽ വന്ന് ഹെയ്റ്റ് സ്പീച്ച് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതൊരു ഇഗാലിറ്ററി സൊസൈറ്റിക്ക് ചേർന്നതല്ലാത്തതല്ലേ? അദ്ദേഹം അത് പ്രത്യേകിച്ച് അദ്ദേഹം വഹിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസും സൊസൈറ്റിയിൽ അദ്ദേഹം വഹിക്കുന്ന ഒരു പൊസിഷനും ജനങ്ങൾ കുറച്ചെങ്കിലും ആൾക്കാരെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൽ ആകർഷകരായി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സമൂഹത്തിൽ വലിയൊരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉതകുമല്ലോ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആഹ്വാനങ്ങളും പരാമർശങ്ങളും എല്ലാം തന്നെ. ഒരു സമാധാനപരമായി ആശയസംവാദം നടത്തേണ്ട സാംസ്കാരിക ഇടങ്ങളിൽ വിദ്വേഷവും ആക്രമത്തിനൊക്കെ ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോളോവേഴ്സും കൂടിയുള്ള ആൾക്കാർ അതിൽ ആകർഷകരാകുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ ആകർഷകരായാൽ അവരെ കുറ്റം പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. കാരണം അവിടെ ഒരു ജനാധിപത്യ വിരുദ്ധതയ്ക്കല്ല ആളുകൾ കൂട്ടം കൂടിയത്, യുവാക്കൾ കൂട്ടം കൂടിയത്. പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ്. നടന്ന അഴിമതിക്കെതിരെയാണ്. അദ്ദേഹത്തിനും അറിയാം അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്ന്. ആ അഴിമതിക്കെതിരെ നടപടി വേണം എന്നുള്ളത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാക്കുകയും അവർക്ക് നീതി ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതിന് വേണ്ടി ആളുകൾ കൂടി പ്രതിഷേധിക്കുന്നിടത്ത് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം
അദ്ദേഹത്തിന് ചേർന്നതാണോ? അദ്ദേഹം ആരെ പ്ലീസ് ചെയ്യാൻ അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും നേടാനാണോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ആ സെനിലിറ്റിയുടെ വയസ്സ് എന്ന ചിഹ്നനുണ്ടാവും, ആ സെനിലിറ്റിയുടെ സന്നി എന്നൊക്കെ പറയും, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ എന്നും അറിയില്ല. എങ്കിലും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, യൂട്യൂബറാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾക്ക് മാപ്പില്ല. മാത്രവുമല്ല, അദ്ദേഹം സ്ത്രീ വിരുദ്ധത വളരെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് അവിടെ കൂട്ടം കൂടിയിരിക്കുന്ന പ്രോഗ്രസീവായിട്ടുള്ള സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ബലാത്സംഗം ചെയ്യപ്പെടാം, അതിനെയൊന്നും കുറ്റം പറയാനും പറ്റില്ല. ഇനി ബലാത്സംഗം എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞ് വരുന്ന സ്ത്രീകളാണ് അവിടെ. അതിനുവേണ്ടി അദ്ദേഹം പുനത്തിൽ കുഞ്ചബ്ദുള്ളയുടെ ഒരു നോവലിനെ കൂട്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ നോവലിൽ ഒരു കള്ളം കയറി വന്നപ്പോൾ റേപ്പ് ചെയ്യുമ്പോൾ നാളെ ആ കള്ളം വന്നിരുന്നെങ്കിൽ എങ്ങനെ പറയുന്നത്, അതൊക്കെ സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. ഒരു സ്ത്രീയുടെ മനസ്സിൽ അവർ അനുഭവിക്കുന്ന ചില നെഗേഷൻസും അവരുടെ ഡിനൈലൊക്കെ ഉണ്ട്. അത് സിംബോളിക്കായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലാതെ എല്ലാ സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നില്ല, ഒരാൾക്കൂട്ടത്തിലേക്ക് പോകുന്നില്ല. അത് സ്ത്രീ വിരുദ്ധത നോർമലൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു. കാരണം പ്രതിഷേധിക്കുന്ന, ശബ്ദമുയർത്തുന്ന സ്ത്രീകളെ എല്ലാം തന്നെ ലൈംഗിക അതിക്രമവും ലൈംഗികമായി അതിക്രമിക്കുമെന്നുള്ള ഭീഷണിയും വ്യംഗ്യേന പറയുകയാണ്. അങ്ങനെ ഒരു ഭീഷണിയും അതേസമയത്ത് തന്നെ ആക്ഷേപങ്ങളും അഴിച്ചുവിട്ട് ഒതുക്കിക്കളയും എന്നുള്ളൊരു ഇംപ്ലിക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിൽ. മര്യാദയ്ക്ക് നിന്നോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ ഇതായിരിക്കും ബലം എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണുണ്ടായത്. അത് സ്ത്രീ വിരുദ്ധത അദ്ദേഹം നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തെ പോലത്തെ നിയമം അറിയാവുന്ന ആൾ, ഭരണഘടന അറിയാവുന്ന ഒരാൾക്ക് ചേർന്ന ഒരു സംഗതിയല്ല. ഇത്തരം ഹെയ്റ്റ് സ്പീച്ച് പൊതു ഇടങ്ങളിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാർ നടത്തുന്നത് ആ സമൂഹത്തിൽ സംഘർഷവും പ്രക്ഷുബ്ധതയും ഉണ്ടാക്കുമെന്നത് 100% ഉറപ്പാണ്. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെതിരെ വെടിവെച്ച് കൊല്ലണം, ഞാനായിരുന്നെങ്കിൽ, എനിക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ ഹിറ്റ്ലറിനെ പറഞ്ഞത് എന്താണ്? എന്തായാലും RSS ഒക്കെ എമർജൻസിക്ക്, അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിരുന്നു. കുറേ സംഘപരിവാർ പ്രവർത്തകർ, RSS BJP പ്രവർത്തകരൊക്കെ അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് ജയിൽവാസം വരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അവർ പോലും കോൺസ്റ്റിറ്റ്യൂഷനെ അപ്ഹോൾഡ് ചെയ്തു. ഇൻഡിവിജ്വൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവർ അന്ന് ഇന്ദിരാഗാന്ധിക്ക് എത്ര RSSകാരാണ് ജയിലിൽ പോയിട്ടുള്ളത് അന്നത്തെ കാലത്ത്. BJP ഇൻക്ലിനേഷനുള്ളവരും RSS പ്രവർത്തകരും ഒക്കെ തന്നെ ജയിലിൽ പോയിട്ടുണ്ട്. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിച്ച് ഓരോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അവർക്കൊക്കെ സ്വാതന്ത്ര്യ പെൻഷന് തുല്യമായിട്ടുള്ള പെൻഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആരെ പ്ലീസ് ചെയ്യാനാണ് ഇത് പറഞ്ഞത്? ഒരു പക്ഷേ പ്രീതി കിട്ടും എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കാം. പക്ഷേ RSS പോലും അതിനെ യോജിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ നിരാകരിച്ചു എന്ന് സംശയമുണ്ട്. പക്ഷേ അത് യോജിക്കില്ല. അതിൻ്റെ തെളിവാണ് അവർ അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി നിന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് മാന്യത നമുക്കുള്ളൊരു വളരെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എങ്കിൽ കൂടി ഇത്രയും തരം താന്ന പരാമർശങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, വളരെയധികം കാര്യങ്ങൾ പഠിച്ചു പറയുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. മുഴുവനും കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു മനുഷ്യൻ തരം താഴുമോ എന്നൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തുക മാത്രമല്ല, വെടിവെച്ച് കൊല്ലുകയും ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ നീതി ലഭിക്കുന്നില്ല, അർഹിക്കുന്നില്ല, അവർ ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് കൊണ്ട് സ്ത്രീ വിരുദ്ധത നോർമലൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗതിയാണല്ലോ പുറത്തേക്ക് വന്നത്. അദ്ദേഹം ഈ എന്താ പറയുക, വൈറ്റ്
വൈറ്റ് വാഷ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുമാണ് മനസ്സിലാവാൻ. വൈറ്റ് വാഷ് ടൂംബ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ എത്ര കണ്ട് നമ്മൾ മുഖം മറയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയം മുഖംമൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്തു. അപ്പോൾ എന്താണ് TG മോഹൻദാസ് എന്നുള്ളത് കൃത്യമായി ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു. പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞു, അതൊന്നും ശരിയല്ല, ആലോചിച്ചൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. നന്ദി, നമസ്കാരം.